കന്നി രാശിയിൽ ജനിച്ചവരെ, ഇന്ന് ആകാശത്തിൽ ഒരു അദ്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം ശ്രദ്ധിക്കൂ. അത് ഇന്ന് പതിവിലും കൂടുതൽ വേഗത്തിൽ മിടിക്കുന്നുണ്ടോ? ഒരു പഴയ മുഖം, ഒരു പഴയ ശബ്ദം, ഒരു പഴയ ഓർമ്മ ഇന്ന് പ്രഭാതം മുതൽ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? അതൊരു യാദൃശ്ചികതയല്ല. ഗ്രഹങ്ങൾ ആ ബന്ധത്തെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ലോകത്ത് ചില ബന്ധങ്ങൾ ഇങ്ങനെയാണ്. അവ പോകും, പക്ഷേ പൂർണ്ണമായി പോകില്ല. ആ ഹൃദയബന്ധത്തിന്റെ ഒരു നൂൽ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഓർമ്മകളിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ. ഇന്ന് ആ നൂൽ വീണ്ടും ജീവൻ വയ്ക്കുകയാണ്. ബ്രഹ്മാണ്ഡം ഒരു സന്ദേശം അയക്കുകയാണ്, ആ ബന്ധം ഇനിയും തീർന്നിട്ടില്ല എന്ന്. കന്നി രാശിക്കാരെ, ഇന്ന് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ആൾ തിരിച്ചുവരുന്നത് അനുഭവിക്കും. ഒരു സഹോദരൻ ആകാം, ഒരു പ്രേമം ആകാം, ഒരു ബാല്യകാല ചങ്ങാതി ആകാം, ഒരിക്കൽ ദൂരെ പോയ ഒരു കുടുംബാംഗം ആകാം. ആ ആൾ ഇന്ന് ഒരു ഫോൺ വിളിയായോ, ഒരു സന്ദേശമായോ, ഒരു കണ്ടുമുട്ടലായോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു വേദനയും ഒരു സന്തോഷവും ഒരേ സമയം ഉണർന്നേക്കാം. കാരണം ആ ബന്ധം ഒരിക്കൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇന്ന് ഗ്രഹങ്ങൾ ഒരു അസാധാരണ നിലയിൽ കൂടിച്ചേർന്നിരിക്കുന്നു. ഗുരു, ശുക്രൻ, ചന്ദ്രൻ എന്നിവ ഒരു ത്രിഭുജ ബലം രൂപപ്പെടുത്തി കന്നി രാശിയുടെ ഭാഗ്യഭാവത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. ഇത് ഒരു സാധാരണ ദിവസമല്ല. ഈ ഒരു ദിവസം, ഈ ഒരു ഘട്ടം, ഈ ഒരു ഗ്രഹനിൽ ഇത് കന്നി രാശിക്കാരുടെ ഹൃദയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കാൻ പോകുന്നു. ഈ ബന്ധം ഒരിക്കൽ നിങ്ങൾ ഉപേക്ഷിച്ചതാകാം, അല്ലെങ്കിൽ ആ ആൾ പോയതാകാം, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാകാം, ഒരു വഴക്ക് ഉണ്ടായതാകാം. എന്തു കാരണം കൊണ്ടാണ് ആ ബന്ധം ദൂരെ പോയത് എന്ന് ഇന്ന് ഓർത്തു ദുഃഖിക്കേണ്ട. ഇന്ന് ഗ്രഹങ്ങൾ പറയുന്നത് ഒന്നേ ഒന്ന്, ആ ബന്ധം ഇനിയും ഒരു ആവശ്യം നിർവഹിക്കാനുണ്ട്. ആ ആൾ ഒരു കാരണം കൊണ്ട് തിരിച്ചുവരുന്നു. ആ കാരണം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കും. കന്നി രാശിക്കാരെ, ഈ ദിവസം നിങ്ങൾക്ക് ഒരു ദൈവിക സന്ദേശമാണ്. ഈ വഴിത്തിരിവിന്റെ നിമിഷത്തിൽ നിങ്ങൾ ഒറ്റക്കല്ല. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ പേര് ഇപ്പോൾ കമന്റ് ചെയ്യൂ. ആ ദൈവനാമം ഇവിടെ ഉരുക്കൊഴിക്കുമ്പോൾ ഒരു ദൈവിക ശക്തി ഈ ബന്ധത്തിൽ ഇടപെടും. ആ പേര് ഒരു പ്രാർത്ഥനയാണ്, ഒരു ആഹ്വാനമാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ ഒടുക്കം വരെ കേൾക്കൂ. ഒരൊറ്റ വാക്ക് പോലും നഷ്ടപ്പെടരുത്. കാരണം ഓരോ വാക്കിലും ഒരു ഗ്രഹ ഊർജം ഒളിഞ്ഞിരിക്കുന്നു. ഈ ദിവ്യ സന്ദേശം നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്ക് കൂടി ഷെയർ ചെയ്യൂ. ആ ഒരു പ്രവൃത്തി ഒരു നല്ല കർമ്മമാണ്. ആ കർമ്മം ഇന്ന് നിങ്ങൾക്ക് ദൈവകൃപ ഇരട്ടിപ്പിച്ചു നൽകും. ഹോറോസ്കോപ്പ് വിശദമായി അറിയണോ? ജീവിതത്തിലെ ഏത് ഘട്ടത്തിൽ ഏത് ഗ്രഹം പ്രവർത്തിക്കുന്നു, ഏത് ബന്ധം ശക്തമാകും, ഏത് കാലം ഏറ്റവും അനുകൂലമാകും, വിവാഹ ചേർച്ച എങ്ങനെയുണ്ട്, ഇതെല്ലാം അറിയണമെങ്കിൽ കമന്റ് വിഭാഗത്തിൽ വിശദ വിവരങ്ങൾ ഉണ്ട്. ആ ദൈവിക മാർഗദർശനം നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കും. ഇപ്പോൾ ഗ്രഹങ്ങളുടെ ഊർജം എങ്ങനെ ഒഴുകുന്നു എന്ന് നമുക്ക് ആഴത്തിൽ നോക്കാം. ഗുരു ഇപ്പോൾ കന്നി രാശിക്ക് 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. 7-ാം ഭാവം ബന്ധങ്ങളുടെ ഭാവമാണ്, ജീവിത പങ്കാളിയുടെ ഭാവമാണ്, പഴയ ബന്ധങ്ങൾ തിരിച്ചുവരുന്ന ഭാവമാണ്. ഗുരു ഈ ഭാവത്തിൽ ഉള്ളപ്പോൾ ഒരു ശക്തമായ ദൈവിക ഇടപെടൽ ബന്ധജീവിതത്തിൽ ഉണ്ടാകും. ഗുരു ഒരു ഗുരുവാണ്, ഒരു രക്ഷകനാണ്. ഗുരു 7-ൽ ഇരിക്കുമ്പോൾ ഒരു ബന്ധം ഒടുങ്ങുകയില്ല. അത് ഒരു ഇടവേള ആകും, ഒരു ദൈവിക പരീക്ഷ ആകും. ആ പരീക്ഷ കഴിഞ്ഞ് ബന്ധം ഒന്നുകൂടി ദൃഢമായി തിരിച്ചുവരും. കന്നി രാശിക്കാർക്ക് ആ ഗ്രഹ ഊർജം ഇന്ന് ആ ബന്ധ പുനഃസ്ഥാപനം ആരംഭിക്കുകയാണ്. ശുക്രൻ ഇന്ന് ഒരു ദൃഢനിലയിൽ ഉള്ളതിനാൽ വൈകാരിക ബന്ധങ്ങൾ ഉണർന്നു വരും. ശുക്രഗ്രഹം പ്രണയത്തിന്റെയും ആഗ്രഹങ്ങളുടെയും ഹൃദയകൊതിയുടെയും ഗ്രഹമാണ്. ആ ഗ്രഹം ഇന്ന് ഒരു പ്രത്യേക ഊർജം ഒഴുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൾ ഓർമ്മ വരും, ഒരു ആൾ ഫോൺ ചെയ്യും, ഒരു ആൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് പ്രത്യക്ഷപ്പെടും. ചന്ദ്രൻ ഇന്ന് കന്നി രാശിക്ക് 9-ാം ഭാവത്തിൽ ചരിക്കുന്നു. 9-ാം ഭാവം ഭാഗ്യത്തിന്റെ ഭാവം, ഗുരുകൃപയുടെ ഭാവം, ദൈവ ഇടപെടലിന്റെ ഭാവം. ചന്ദ്രൻ ഭാഗ്യഭാവത്തിൽ ചരിക്കുമ്പോൾ ഒരു ആകസ്മിക സന്തോഷം വരാൻ ഒരുങ്ങും. ഇന്ന് ആ സന്തോഷം ഒരു പഴയ ബന്ധത്തിന്റെ രൂപത്തിൽ വരും. രാഹു ഇപ്പോൾ മീനരാശിയിൽ ഉള്ളതിനാൽ കന്നി രാശിക്ക് 7-ാം ഭാവ ദൃഷ്ടി ചെലുത്തുന്നു. രാഹുവിന്റെ ദൃഷ്ടി ഒരു മായ ആണ്, ഒരു ആഗ്രഹ ഉണർവ് ആണ്. ആ ഊർജം ബന്ധജീവിതത്തിൽ ഒരു ആൾ പഴയ ഓർമ്മകൾ ഉണർത്തി തിരിച്ചുവരാൻ ആഗ്രഹിക്കും. ആ ആൾ ഒരു ദ്വന്ദ്വ മനോഭാവത്തിൽ ആകാം, ഒരു ഭാഗം ഭയം, ഒരു ഭാഗം ആഗ്രഹം. ആ ഭയം ജയിക്കില്ല, ആ ആഗ്രഹം ഇന്ന് ജയിക്കും. കേതു ദൂരദർശന ഊർജം ഒഴുക്കുന്നതിനാൽ നിങ്ങൾക്ക് ഒരു ആന്തരിക ശബ്ദം ഇന്ന് കേൾക്കും. ആ ശബ്ദം പറഞ്ഞേക്കാം, ആ ആൾ ഇന്ന് ഓർക്കും, ആ ആൾ ഇന്ന് ബന്ധപ്പെടും എന്ന്. ആ ഉൾക്കാഴ്ച തള്ളിക്കളയരുത്. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരു ദൈവിക അറിവ് നൽകുകയാണ്. ആ അറിവ് ഈ ദിവസം നിങ്ങൾക്ക് ഒരു ശക്തിയാകും. ശനി ഇപ്പോൾ ഒരു കർമ്മ നിലയിൽ ഇരിക്കുന്നു. ശനി ഒരു ന്യായാധിപൻ ആണ്. ശനി ഒരിക്കലും ഒരു ബന്ധം ഒടുങ്ങാൻ അനുവദിക്കില്ല. അത് ഒരു ന്യായമായ കാരണം ഇല്ലാതെ. ആ ബന്ധം ഒരിക്കൽ ദൂരെ പോയത് ഒരു കർമ്മചക്രത്തിന്റെ ഭാഗമായിരുന്നു. ആ ചക്രം ഇന്ന് ഒരു പൂർണ്ണവൃത്തം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ്. ശനി ഇന്ന് ആ ബന്ധത്തിന് ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ അനുമതി നൽകുന്നു. കന്നി രാശിക്കാരെ,
ഗ്രഹങ്ങളുടെ ഊർജ്ജം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ചലനം സൃഷ്ടിക്കുകയാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ രാശിയിൽ ഒരു സ്നേഹത്തിന്റെ വെളിച്ചം വിതറുകയാണ്. ആ വെളിച്ചം പഴയ ഓർമ്മകളെ ഉണർത്തുന്നു, പഴയ ബന്ധങ്ങളെ തിരിച്ചു വിളിക്കുന്നു. ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങളുടെ 7ാം ഭാവത്തിൽ പതിക്കുമ്പോൾ ബന്ധങ്ങളിൽ ഒരു പുതിയ ഉദയം സംഭവിക്കുന്നു. ഇത് യാദൃശ്ചികമല്ല. ഇത് പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കിയ ഒരു കർമ്മ നിമിഷമാണ്. ശനി ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗൗരവമേറിയ പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ഉപേക്ഷിച്ചതോ നഷ്ടപ്പെട്ടതോ ആയ ബന്ധങ്ങളെ ശനി ഇപ്പോൾ ഒരു കണ്ണാടിയിൽ കാണിക്കുകയാണ്. ആ ബന്ധം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ശനി ചോദിക്കുകയാണ്. നിങ്ങൾ അന്ന് ചെയ്ത തീരുമാനം ഇന്ന് ഒരു പ്രതിഫലം നൽകാൻ തയ്യാറാകുകയാണ്. ശനിയുടെ ഈ ദൃഷ്ടി കഠിനമായി തോന്നാം, എന്നാൽ ഇതിനു പിറകിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ശനി ഒരിക്കലും ശിക്ഷിക്കുന്നവനല്ല, ശനി പഠിപ്പിക്കുന്നവനാണ്. രാഹുവും കേതുവും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അദൃശ്യ ചരട് വലിക്കുകയാണ്. ആ ചരട് ആരുടെ നേരെയാണ് നീളുന്നത് എന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകും. രാഹു ഒരു പഴയ മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നു. ഒരുപക്ഷേ ഒരു സ്വപ്നത്തിൽ, ഒരുപക്ഷേ ഒരു ഓർമ്മയിൽ, ഒരുപക്ഷേ ഒരു യാദൃശ്ചിക കണ്ടുമുട്ടലിൽ. കേതു ആ ബന്ധത്തിന്റെ കർമ്മഭാരം ഇറക്കിവയ്ക്കാൻ നിങ്ങളെ തയ്യാറാക്കുകയാണ്. ഇത് ഒരു ജന്മജന്മാന്തര ബന്ധമാണ്. ആ ആത്മബന്ധം ഇന്ന് ഒരു പുതിയ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വരും. ഈ കർമ്മമാറ്റത്തിൽ ജീവിതം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പഴയ ദുഃഖങ്ങൾ അലിഞ്ഞുതീരുന്ന ഒരു ഘട്ടം, പഴയ തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്ന ഒരു ഘട്ടം. ഈ ഘട്ടത്തെ ഭയത്തോടെ കാണേണ്ടതില്ല, ഇത് ഒരു ദൈവിക ദാനമാണ്. ഇനി നമ്മൾ ഈ ഊർജ്ജത്തെ ശരിയായി ഉൾക്കൊള്ളാൻ ചില ആത്മീയ കർമ്മ പരിഹാരങ്ങൾ ചെയ്യണം. ഈ ദിവസം ഒരു വൃശ്ചിക ദീപം കത്തിക്കൂ. തുളസിത്തറയ്ക്ക് മുന്നിൽ നിന്ന് ഒരു നിമിഷം കണ്ണടച്ച് ആ പഴയ ബന്ധത്തിന് ക്ഷമ ചോദിക്കൂ. ക്ഷമ ചോദിക്കുക എന്നത് ദൗർബല്യമല്ല, അത് ആത്മശക്തിയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് സമർപ്പിക്കൂ. ഇന്ന് ഒരു ക്ഷേത്രം സന്ദർശിക്കൂ. ഭഗവതിക്കോ ദേവിക്കോ നിങ്ങളുടെ ഇഷ്ടദേവനോ ഒരു പൂജ നടത്തൂ. ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കൂ: എന്റെ ജീവിതത്തിൽ ഏതൊരു ബന്ധം ശരിയാണോ അത് ഒന്നുകൂടി തിരിച്ചു തരേണമേ. ഏതൊരു ബന്ധം ദോഷകരമാണോ അതിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ഈ പ്രാർത്ഥന ഒരിക്കൽ ഉള്ളിൽ നിന്ന് ഉരുവിടൂ. ദൈവം കേൾക്കും. ഈ ദിവസങ്ങളിൽ ഒരു ഗണപതി അഷ്ടോത്തരം ജപിക്കൂ. ഗണപതി ഭഗവാൻ വഴികൾ തുറക്കുന്ന ദേവനാണ്. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ ഗണപതിയോടുള്ള പ്രാർത്ഥന ഏറ്റവും ഫലപ്രദമാണ്. ഒരു ചെമ്പ് പാത്രത്തിൽ ശുദ്ധജലം നിറച്ച് തുളസിയില ഇട്ട് ഗണപതിക്ക് അർപ്പിക്കൂ. ഈ ലളിതമായ കർമ്മം നിങ്ങളുടെ ബന്ധഗ്രഹദോഷം കുറയ്ക്കും. ക്ഷമയും കരുണയും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാകണം. ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹത്തിന്റെ ഭാരം ഹൃദയത്തിൽ ചുമക്കേണ്ടതില്ല. ക്ഷമ ചെയ്യൂ. ക്ഷമ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല, നിങ്ങൾ സ്വയം സ്വതന്ത്രരാകുകയാണ്. ആ ഒഴിഞ്ഞ ഇടത്തിൽ ദൈവം പുതിയ ഒരു അനുഗ്രഹം നിറയ്ക്കും. ഈദ് ദിവസം ഒരു നദിക്കരയിൽ പോകൂ. ഒഴുകുന്ന ജലം പഴയ ദുഃഖങ്ങളെ ഒഴുക്കിക്കളയും. മനസ്സിലുള്ള ഭാരം ജലത്തിന് സമർപ്പിക്കൂ. ജലം ഒഴുകുന്നത് പോലെ ജീവിതവും ഒഴുകട്ടെ. പഴയ ബന്ധങ്ങളിൽ ഒട്ടിനിൽക്കാതെ ജലം പോലെ ഒഴുകാൻ തയ്യാറാകൂ. ഈ ആത്മീയ ഭാവം നിങ്ങളുടെ ഹൃദയത്തെ ഹലു ചെയ്യും. ഇനി കരിയർ, ബിസിനസ്, പണം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിൽ ഇന്നത്തെ ഗ്രഹനിലയ്ക്ക് എന്ത് സൂചനകളുണ്ട് എന്ന് നോക്കാം. കന്നി രാശിക്കാർക്ക് ഈ ദിവസം ഒരു അപ്രതീക്ഷിത അവസരം ജോലി മേഖലയിൽ ഉണ്ടാകാൻ സാധ്യത ഏറ്റവും കൂടുതലാണ്. ദീർഘകാലമായി കാത്തിരിക്കുന്ന ഒരു പ്രൊമോഷൻ, ഒരു ശമ്പള വർധനവ്, ഒരു പുതിയ ഉദ്യോഗം, ഇവ ഇന്നത്തെ ദിനത്തിൽ ഒരു ഒഴുക്കിൽ ഉണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ദിവസം ഒരു പ്രധാന ഡീൽ ഉറപ്പിക്കാൻ സാധിക്കും. ഒരു പഴയ ബന്ധം, അതെ, ഒരു ബിസിനസ് ബന്ധം ഇന്ന് തിരിച്ചുവരും. ആ ബന്ധം ഒരു പ്രൊജക്ടിന്റെ രൂപത്തിലോ ഒരു സഹകരണ അവസരത്തിന്റെ രൂപത്തിലോ ആകാം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഗ്രഹ ഊർജ്ജം നിങ്ങളുടെ കൂടെയുണ്ട്. ആദ്യ 7 ദിവസം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു നേരിയ സമ്മർദ്ദം അനുഭവപ്പെടാം. ചെലവുകൾ ഒരു ചെറിയ രീതിയിൽ കൂടും. എന്നാൽ ഇതൊരു ഭീഷണിയല്ല, ശനിയുടെ ഒരു ചെറിയ പരിശോധനയാണ്. ഈ 7 ദിവസം പണം ധൂർത്തടിക്കരുത്. പ്രധാനപ്പെട്ട ചെലവുകൾ മാത്രം ചെയ്യൂ. ഈ കടന്നുപോകൽ കഴിഞ്ഞ ശേഷം 14ാം ദിവസം ഒരു ഗണ്യമായ സാമ്പത്തിക ആശ്വാസം ഉണ്ടാകും. ദൂരദേശത്ത് നിന്ന് ഒരു സഹായം ഈ ദിവസം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു ബന്ധു, ഒരു സ്നേഹിതൻ, ഒരു പഴയ സഹപ്രവർത്തകൻ, ഇവരിൽ ഒരാൾ ഇന്ന് ഒരു സഹായ ഹസ്തം നീട്ടും. ആ സഹായം ഒരു ഭൗതിക സഹായമോ ഒരു ഉപദേശമോ ഒരു ഒഴിവ് ഒരുക്കലോ ആകാം. ഏതു രൂപത്തിൽ വന്നാലും ആ സഹായം സ്വീകരിക്കൂ. ദൈവം ഒരു കൈ ഉപകരണത്തിലൂടെ സഹായം അയക്കുന്നതാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഗ്രഹദോഷ ഊർജം ഉണ്ടാകാം. ഒരു സഹപ്രവർത്തകൻ അസൂയ കൊണ്ട് ഒരു തടസ്സം ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം. ഈ ദിനങ്ങളിൽ ഓഫീസ് ചർച്ചകളിൽ സൂക്ഷ്മത പുലർത്തൂ. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ പദ്ധതികൾ, ഇവ ആർക്കും വേഗം പങ്കുവയ്ക്കരുത്. ഗ്രഹ ഊർജം ഒടുക്കം നിങ്ങളുടെ പക്ഷത്തേക്ക് തിരിയും. സത്യം ജയിക്കും. ഇനി ഏറ്റവും ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു ഭാഗം: പ്രണയം, വിവാഹം, ബന്ധങ്ങൾ, കുടുംബജീവിതം. കന്നി രാശിക്കാർക്ക് ഇന്ന് ഏറ്റവും ഹൃദ്യമായ ഒരു നിമിഷം ഉണ്ടാകും. ഒരു പഴയ ബന്ധം, ഒരു പ്രണയബന്ധം, ഒരു ദൃഢ സൗഹൃദം, ഒരു ഹൃദയബന്ധം ഇന്ന് ഒരു ഫോൺ കോളിന്റെ രൂപത്തിൽ,
ഒരു സന്ദേശത്തിന്റെ രൂപത്തിൽ, ഒരു യാദൃശ്ചിക കണ്ടുമുട്ടലിന്റെ രൂപത്തിൽ വരും. ആ ബന്ധം ഒരുപക്ഷേ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അകന്നതാകാം. ഒരുപക്ഷേ ഒരു ദുഃഖകരമായ സാഹചര്യം കൊണ്ട് പിരിഞ്ഞതാകാം. ഒരുപക്ഷേ ആ ബന്ധത്തിൽ ഉള്ള ഒരാൾ ഒരു ഭ്രമത്തിൽ ഒഴുകിപ്പോയതാകാം. ഇന്ന് ആ ഒഴുക്ക് നിൽക്കും. ആ വ്യക്തി ഒന്നുകൂടി തിരിഞ്ഞു നോക്കും, നിങ്ങളെ ഒന്നുകൂടി തേടും. ഈ നിമിഷത്തെ ഗ്രഹങ്ങൾ ഒരുക്കിയതാണ്. പ്രണയം ഉള്ളവർക്ക് ഈ ദിവസം ഒരു ആഴമേറിയ സംഭാഷണം ഉണ്ടാകും. ഹൃദയം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വാക്കുകളായി പുറത്തുവരും. ആ നിമിഷം ഭയമില്ലാതെ സ്വീകരിക്കൂ. ഗ്രഹ ഊർജം ആ ബന്ധത്തിന് ഒരു അനുഗ്രഹം നൽകാൻ തയ്യാറാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിനം ഒരു ശുഭലഗ്നം കൊണ്ടുവരും. ഒരു ആലോചന ഉറപ്പാകാം. ഒരു ബന്ധം ഒരു ഔദ്യോഗിക ഘട്ടത്തിലേക്ക് കടക്കാം. ദീർഘകാലമായി ഉള്ള ഒരു കാത്തിരിപ്പ് ഇന്ന് ഒരു ഉത്തരം ലഭിക്കും. ആ ഉത്തരം ഒരു അതെ ആണ്. ദൈവം ഒരു അതെ പറയുകയാണ്. കുടുംബ ജീവിതത്തിൽ ഒരു ചെറിയ ഉണർവ് ഉണ്ടാകും. ഒരു ദൂരെ ഉള്ള ബന്ധു, ഒരു ദീർഘകാലമായി ബന്ധം ഇല്ലാതിരുന്ന ഒരു ഗൃഹസ്ഥൻ, ഇന്ന് ബന്ധം ഒന്നുകൂടി ഊഷ്മളമാകും. കുടുംബത്തിൽ ഒരു ഒത്തുചേരൽ, ഒരു സന്ദർശനം, ഒരു ആഹ്ലാദകരമായ ചർച്ച, ഇവ ഇന്നത്തെ ദിനം സ്വാഭാവികമായി ഉണ്ടാകും. ഈ ഒത്തൊരുമ ദൈവഹിതമാണ്. ഇതിനെ ഹൃദ്യമായി ആഘോഷിക്കൂ. ആരോഗ്യകാര്യങ്ങളിലേക്ക് വരുമ്പോൾ കന്നി രാശിക്കാർ ഈ സമയം ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം: ശരീരം നൽകുന്ന സൂചനകളെ അവഗണിക്കരുത്. ചെറിയ ക്ഷീണം, ഉറക്കക്കുറവ്, ദഹനസംബന്ധമായ അസ്വസ്ഥതകൾ, ഇവ ഒന്നും നിസ്സാരമല്ല. ശനിയുടെ സ്വാധീനം ഉള്ളതിനാൽ ഈ ദിവസങ്ങളിൽ ശരീരം അല്പം ഭാരിച്ചതായി തോന്നിയേക്കാം. എന്നാൽ ഇത് ഒരു ശാശ്വത അവസ്ഥയല്ല. ശരീരം ഒരു ശുദ്ധീകരണ ഘട്ടത്തിലൂടെ കടന്നുപോകുകയാണ്. നിങ്ങൾ ആഹാരക്രമം ശ്രദ്ധിക്കുക, ജലം ധാരാളമായി കുടിക്കുക, രാത്രി ഉറക്കം ഒരു ദിവ്യ ഔഷധം പോലെ കാത്തുസൂക്ഷിക്കുക. ഈ ചെറിയ ജാഗ്രതകൾ നിങ്ങളുടെ ആരോഗ്യചക്രം ഏറ്റവും ഭദ്രമാക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്ന കന്നി രാശിക്കാർക്ക് ഒരു നല്ല അവസരം ഉടൻ കൈക്കെത്തുന്ന ദൂരത്തുണ്ട്. ദീർഘകാലമായി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു കോഴ്സോ ഒരു മേഖലയോ അതിലേക്കുള്ള വഴി ഇപ്പോൾ തുറക്കുന്നു. ഗുരു ഭഗവാൻ ബുദ്ധിക്ക് ശക്തി നൽകുന്ന സമയമാണിത്. ഏകാഗ്രത കൂടുതലായി ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ ദിനത്തിൽ ഒരു ഈശ്വരനാമം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് പഠനം തുടങ്ങൂ. ഫലം ദ്വിഗുണമായിരിക്കും. യാത്രാകാര്യങ്ങളിൽ, ഒരു ദൂരയാത്ര അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത യാത്ര ഈ ആഴ്ചകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വിദേശ ബന്ധം ഉള്ള ഒരു കാര്യം ചർച്ചയ്ക്ക് വരും. അത് ജോലി സംബന്ധമായ ആകാം, ഒരു ബന്ധുവിൽ നിന്നുള്ള ആകാം, അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ട ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നതിന്റെ ആദ്യ ചുവടായി ആകാം. ഭ്രമണഗ്രഹങ്ങൾ കന്നി രാശിയോട് ഒരു പ്രത്യേക ദയ കാണിക്കുന്ന സമയമാണ്. ആ ദയ ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറായിരിക്കൂ. ഒളിഞ്ഞ അപകടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ദിനങ്ങളിൽ ആർക്കെങ്കിലും പണം കൊടുക്കുമ്പോഴോ, ഒരു കരാർ ഒപ്പിടുമ്പോഴോ, ഒരു വ്യക്തിയെ വിശ്വസിക്കുമ്പോഴോ ഒരു നിമിഷം നിർത്തുക. ആ നിമിഷത്തിൽ ഉള്ളിൽ നിന്ന് ഉയരുന്ന ശബ്ദം, അതാണ് നിങ്ങളുടെ യഥാർത്ഥ ഗുരു. ആ ശബ്ദത്തിന് ചെവി കൊടുക്കൂ. ശനി ഭഗവാൻ കർക്കശക്കാരനാണ്, പക്ഷേ അദ്ദേഹം ഒരിക്കലും കന്നി രാശിക്കാരെ ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശക്തമാക്കാൻ മാത്രമാണ്. ഇനി നമ്മൾ ഈ ജന്മത്തിന്റെ ഏറ്റവും അപൂർവവും ആഴമേറിയതുമായ ഒരു സത്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് ജ്യോതിഷശാസ്ത്രം മാത്രം പറയുന്ന ഒരു കാര്യമല്ല. ഇത് ഈ പ്രപഞ്ചം തന്നെ കന്നി രാശിക്കാർക്ക് ഇപ്പോൾ നൽകുന്ന ഒരു സന്ദേശമാണ്. ചിലർ ജനിക്കുന്നത് ഒരു കർമ്മ കടം ഉമായിട്ടാണ്. ഒരു ബന്ധം, ഒരു ഉദ്ദേശ്യം, ഒരു ദൗത്യം, ഇവ മുൻജന്മ ബന്ധനങ്ങളായി ഈ ജന്മത്തിലേക്ക് കൊണ്ടുവരും. കന്നി രാശിക്കാർ ഏറ്റവും കൂടുതൽ ഈ കർമ്മബന്ധങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാരാണ്. ഇന്ന് ആ പഴയ ബന്ധം തിരിച്ചുവരുന്നതിന്റെ കാരണം ഭാഗ്യമോ യോഗ്യതയോ മാത്രമല്ല, ഇത് ഒരു ദൈവഹിതമാണ്, ഒരു കർമ്മ തീർപ്പാണ്. ഈ ബ്രഹ്മാണ്ഡത്തിൽ ഒന്നും ഒരിക്കലും തിരിച്ചുവരില്ല, ദൈവം ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ. ആ ബന്ധം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഓളം ഉണ്ടാക്കിയോ? ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, ഒരു സ്വപ്നം, ഒരു ഓർമ്മ, ഏത് രൂപത്തിലും ആ ബന്ധം ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇത് ഒരു യുഗസന്ധിയാണ്. ഒരു ജന്മചക്രം ഇവിടെ പൂർണ്ണതയിലേക്ക് നടക്കുകയാണ്. ഗ്രഹഗതികൾ ഇതിന് സാക്ഷ്യം പറയുന്നു. ഗുരു ഒരുക്കി, ശുക്രൻ അനുഗ്രഹിച്ചു, കർമ്മഗ്രഹങ്ങൾ വഴി തുറന്നു. ഇത്ര ഒത്തൊരുമയോടെ ഗ്രഹങ്ങൾ ഒരു രാശിക്ക് ഒരു ബന്ധം തിരിച്ചു നൽകാൻ ഒരുങ്ങുന്നത് ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അദ്ഭുതമാണ്. ഇനി ഒരു ചോദ്യം: ആ ബന്ധം ഏർപ്പെടുത്തണോ, ഉപേക്ഷിക്കണോ, ഇനിയും ഒരിക്കൽ കൂടി വിശ്വസിക്കണോ? ഈ ചോദ്യത്തിന് ഉത്തരം ഉള്ളിൽ ഉണ്ട്. ഈശ്വരൻ ആ ഉത്തരം ഇതിനകം നൽകിക്കഴിഞ്ഞു. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക മാത്രം ചെയ്യണം. ഈ ദിനം, ഈ നിമിഷം ഒരു ദൈവീക ഉണർവിന്റെ ദിനമാണ്. ആ പഴയ ബന്ധം ഒരു ദർപ്പണം പോലെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ആ ദർപ്പണത്തിൽ നിങ്ങൾ ആരാണ് എന്ന് കാണൂ. നിങ്ങൾ എത്രത്തോളം വളർന്നു എന്ന് മനസ്സിലാക്കൂ. ആ ബന്ധം നൽകിയ അനുഭവം ഒരു ദൈവ സമ്മാനമാണ് എന്ന് തിരിച്ചറിയൂ. ഈ ബ്രഹ്മാണ്ഡം ഒരിക്കലും ആർക്കും ഒരു ദുഃഖം സൗജന്യമായി നൽകുന്നില്ല. ഓരോ വേദനയ്ക്കും ഒരു ഉദ്ദേശ്യമുണ്ട്, ഓരോ നഷ്ടത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ഈ ബന്ധം പോയത് നിങ്ങളെ ഒടിക്കാനല്ല, ഒടുക്കം ഒരു ശക്തനാക്കാനാണ്. ഇന്ന് അത് തിരിച്ചുവരുന്നതും അതേ ഉദ്ദേശ്യത്തോടെ. ഒരു ദൗത്യമുണ്ട്, ഒരു പൂർണ്ണത ഉണ്ട്, ഒരു ആത്മസൗഖ്യമുണ്ട്. കന്നി രാശിക്കാരെ,
ഈ ദിനം ഒരു ചരിത്ര ദിനം ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിൽ നിൽക്കുന്നു. ഒരു തീരുമാനം, ഒരു വാക്ക്, ഒരു നോട്ടം, ഇവ ഈ ദിനത്തെ ഓർമ്മയിൽ നിർത്തും. ആ ഓർമ്മ ഒരു വേദനയുടേതാകട്ടെ എന്ന് ആഗ്രഹിക്കരുത്. ആ ഓർമ്മ ഒരു ആനന്ദത്തിൻ്റേതാകട്ടെ, ഒരു ആത്മശാന്തിയുടേതാകട്ടെ, ഒരു ദൈവകൃപയുടേതാകട്ടെ. ഇനി ഈ ദിനം കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ പ്രപഞ്ചശക്തി, ആ അദൃശ്യകരം, ആ ദൈവഹിതം, ഇവ ഇന്നും നാളെയും എന്നും നിങ്ങളോടൊപ്പമുണ്ട്. ആ ഉള്ളറിവോടെ മുന്നോട്ട് നടക്കൂ. ആ ബന്ധത്തിന്റെ ഭാരം ഇറക്കി വെക്കൂ. ആ ബന്ധം നൽകിയ ജ്ഞാനം ഉള്ളിൽ സൂക്ഷിക്കൂ. കന്നി രാശി ഇന്ന് ഒരു പുതിയ പ്രഭാതത്തിന്റെ മുന്നിൽ ആണ്. ആ പ്രഭാതം ഏറ്റുവാങ്ങൂ. ആ വെളിച്ചം ഉൾക്കൊള്ളൂ. ആ ദൈവകൃപ അംഗീകരിക്കൂ. ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ. ഈ ദിനം ഒരു ആത്മ ഉണർവിന്റെ ദിനം ആകട്ടെ. കന്നി രാശിക്കാർക്ക് ഈ ദൈവജ്ഞാനം ലഭിക്കട്ടെ. ഇതാണ് ഈ ഹൃദയത്തിന്റെ ആഴമേറിയ പ്രാർത്ഥന.